ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനിവിടെ ഞണ്ടിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കിട്ടില്ലൻ കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഞണ്ട് കറി. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയായിരിക്കും ഞണ്ട് കറി. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഞണ്ട് കിട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സൂപ്പറായിട്ടുള്ളൊരു ഞണ്ട് കറി ഇതുപോലെ വെച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാനൊരു ചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ചത്. നമുക്ക് ഈ ഞണ്ടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പാണ് അതിലേക്ക് ഇട്ടുകൊടുത്ത്, ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഒഴിച്ചിട്ട് ഈ ഞണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഞണ്ടായാലും കടുക്കയായാലും ചെമ്മീനായാലൊക്കെ ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കും കേട്ടോ. എനിക്ക് പേടിയാണ്, കാരണം കുട്ടികൾക്ക് വയറിന് പറ്റുമോ എന്നുള്ളൊരു പേടിയായതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു മസാലക്കൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക, അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരിക. അതിലേക്കുള്ള ഒരു അരപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് നാളികേരമാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 കയ്യിൽ ഒതുങ്ങുന്ന ഒരു 3 പിടി നാളികേരം. ഒരു അരമുറിയൊന്നും ഇല്ല കേട്ടോ, അരമുറിയിലും കുറവ് നാളികേരമാണ്. അത് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുപോലെ നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചൂടാവുകയെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മൊരിയൊന്നും വേണ്ട, നല്ല ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. ചൂടാകുമ്പോഴേക്കും നമുക്ക് മറ്റേ അടുപ്പത്തേക്ക് ഞങ്ങൾ ഞണ്ട് വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് അടുപ്പിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഞണ്ട് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ മസാല വേഗം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് പെരിഞ്ജീരകമാണ് കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകമാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് അതും ഈ നാളികേരം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നല്ല ബ്രൗൺ നിറത്തിലൊന്നും ആവണ്ട, ഒരുവിധം നന്നായിട്ടൊന്ന് നല്ല ചൂടൊക്കെ ആയിട്ട് നാളികേരം ഒന്ന് നല്ല പച്ച നാളികേരത്തിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കൊന്ന് കുറച്ചതിലേക്ക് ഇനി ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതിടാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇട്ടത്, കാരണം നമുക്ക് നല്ല എരിവുണ്ടാവും, അത്യാവശ്യം എരിവുണ്ടാവും, നല്ല കളറും ഉണ്ടാവും. അതിനായിട്ട് നിങ്ങൾക്ക് നല്ല എരിവുള്ള കറിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇട്ടോളൂ കേട്ടോ. 2 മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് ഞാൻ നിറയെ ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഞാനത് നന്നായിട്ടൊന്ന് ആ മുളക് പൊടീൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായി ഒന്നും കൂടി ഇത് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത്ര മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ എല്ലാം ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. മിക്സീൻ്റെ ജാറിലേക്ക് എല്ലാം ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തീരെ വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കാതെ തന്നെ നിങ്ങൾ അടിച്ചെടുക്കണം. കുറേശ്ശെ ആയിട്ട് ഓഫ് ചെയ്ത് അടിച്ച് അങ്ങനെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ അടിച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിക്കേണ്ട, കാരണം കുറച്ച് തരിതരിപ്പോട് കൂടി മാത്രം ഇത് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അത് അടിച്ചെടുക്കുമ്പോഴേക്ക് കുറച്ച് മസാലയും കൂടി റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ആ പാൻ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു മീഡിയം സൈസിലുള്ളൊരു സവാളയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തത്. അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ആണ് വേണ്ടത്, തക്കാളി. ആ തക്കാളി ഒരു 2 തക്കാളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പുളി ഒഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നന്നായി പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3-4 തക്കാളി ഇട്ടാൽ, ഞാനിവിടെ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മളെ കറി റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ വലിയൊരു ചട്ടിയാണ് എടുത്തത്. നമ്മൾ ഞണ്ട് കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വലിയൊരു ചട്ടി തന്നെ എടുക്കുക. ഇനി ആ ചട്ടിയിലേക്ക് നമ്മൾ ഞണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി വഴറ്റിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് അരച്ച് വെച്ച നാളികേരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെറും പെരിഞ്ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഇതുപോലെ തരിതരിപ്പായിട്ട് അരയ്ക്കണം, പേസ്റ്റ് പോലെ അരയ്ക്കരുത് കേട്ടോ. ഇതുപോലെ തരിതരിപ്പായിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ സാധാരണ കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ മസാല കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ നന്നായിട്ട് അരയണ്ട കേട്ടോ. അത് നന്നായി ശ്രദ്ധിക്കണം. അത് അരച്ച് കഴിഞ്ഞാൽ ഞണ്ട് കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് അരച്ചിട്ട് ഈ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ആ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ച് വെള്ളം ഒഴിക്കുക. ആദ്യം അടിക്കുമ്പോൾ നിങ്ങൾ തീരെ വെള്ളം ഒഴിക്കരുത്. പിന്നീട് നിങ്ങൾക്ക് കൂട്ടുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കൂട്ടാം. അപ്പോൾ ഞണ്ടൊക്കെ നന്നായിട്ടൊന്ന് ഈ മസാലയിൽ കിടന്ന് വേവുന്ന അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇപ്പോൾ നിങ്ങൾ നേരിട്ടുള്ള ആദ്യം നമ്മൾ ഞണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാത്തവരാണെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് ഈ ഞണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൽ കിടന്നിട്ട് വെന്താലും മതി കേട്ടോ. എങ്ങനെ ആയാലും മതി. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം ഇതുപോലെ എക്സ്ട്രാ വേവിക്കും നന്നായിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കറിയിലേക്ക് നിങ്ങൾ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. ആ തിളയ്ക്കാൻ വെക്കുമ്പോഴേക്കും നമ്മൾ മറ്റേ ഗ്യാസിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു പാനിലേക്ക് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സാധാരണ കാശ്മീരി ചില്ലിയാണ്, 1 സ്പൂണോളം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണയിലൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ നല്ല കളറാവുന്ന വെച്ചാൽ കരിയരുത്. ഗ്യാസ് സിമ്മിലാക്കിയിട്ട്, വളരെ സിമ്മിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കളറ് വന്നതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല കളറും ഉണ്ടാവും കറിക്ക്. ഇത് രണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഈ കറിക്ക് നല്ലൊരു കളറുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് കുറച്ച് ഉപ്പ് വേണമെന്നുള്ളൊരു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. അപ്പം ഞണ്ട് വേവാൻ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഞണ്ട് വേവാൻ ഏകദേശം സമയം ഓരോരുത്തർക്കും ഓരോ സമയമാണ്. ഞാനിവിടെ നന്നായിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ എത്ര സമയമാണോ അത്ര ഞണ്ട് വേവാനുള്ള ടൈം വരെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ടൊന്ന് ആവി പറക്കുന്ന ആ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച ആ എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ട് ആ ഞണ്ട് കറി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നല്ല ബ്രൗൺ മെറൂൺ നിറത്തിൽ നന്നായിട്ട് എണ്ണയൊക്കെ പൊങ്ങി വന്നിട്ട് ഞണ്ട് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഞണ്ട് വെച്ച് നോക്കുക. നല്ല ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം, ഇത് കുറച്ച് ഞാൻ ചോറിന് കൂട്ടാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ കുറച്ച് ഗ്രേവി വെച്ചിട്ടാണ് ഞാൻ ഇത് ഓഫ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും കൂടി വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവി ഒന്നും കൂടി തിക്കാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒന്നും കൂടി ഗ്രേവി തിക്കാക്കണം എന്നുണ്ടെങ്കിൽ തിക്കാക്കാം, അല്ല ഇത്ര ലൂസിലെടുക്കണം എന്നുണ്ടെങ്കിൽ ലൂസിലെടുക്കാം. ഇനി നമ്മൾ നല്ല ഫ്രഷ് കറിവേപ്പില ഇടുക, കുറച്ച് മല്ലിയില അതും കൂടി അരിഞ്ഞതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ആ അടപ്പ് തുറക്കണ്ട. 5 മിനിറ്റിന് ശേഷം നമ്മൾ മെല്ലെ ഒന്ന് തുറക്കുക. അപ്പോൾ ചട്ടീൻ്റെ ചൂടോട് കൂടിയിട്ട് ഇത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിളയ്ക്കുന്നത് കാണാം, അത്ര ചൂടുണ്ടാവും ചട്ടിക്ക്. അപ്പോൾ ആ ചട്ടിയിൽ കിടന്നിട്ട് ആ നല്ല കറി സെറ്റായിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്കൊന്ന് വിളമ്പി വെക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ഞണ്ട് കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.